അഖിൽ, അപ്പോഴും ഈ രണ്ടു കൂട്ടരും തമ്മിൽ നേരിയ വ്യത്യാസമേ ഉള്ളൂ. അവിടുത്തെ ഒരു അനിശ്ചിതാവസ്ഥ, അത് ആ സാഹചര്യം ഏത് സമയവും മാറാവുന്ന ഒരു സ്ഥിതിയുണ്ട് അല്ലേ? അതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ മായ രാഹുലിനെ താഴെ ഇറക്കണമെങ്കിൽ 14 വോട്ടുകൾ, അതായത് 14 വോട്ടുകൾ കോൺഗ്രസിന് 14 വോട്ടുകൾ വിശ്വാസത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞാൽ മാത്രമേ മായ രാഹുലിന് ചെയർപേഴ്സൺ സ്ഥാനം നഷ്ടമാകൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 16 വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷത്തിൽ എത്തിയതോടുകൂടി തന്നെ, അതല്ലെങ്കിൽ ഇപ്പോൾ ഈ മറുകണ്ഠം ചാടിയ എല്ലാ ആളുകളും തിരികെ കോൺഗ്രസിലേക്ക് എത്തിയാൽ മാത്രമാണ് ഇനി കോൺഗ്രസിന് ഒരു സാധ്യത ഉള്ളത് എന്നുള്ളതാണ്. കാരണം LDF അവിടെ 12 വോട്ടുകളുണ്ട്. ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന് പറയുന്നതും അത് LDF ആയിരുന്നു. LDF 12 വോട്ടുകൾ വളരെ നിർണായകമാണ്. അപ്പോൾ സ്വാഭാവികമായും LDF ഇനി ഇതിലൊരു എതിരഭിപ്രായം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ LDF പ്രശ്നം വരിക. പക്ഷെ അപ്പോഴും കോൺഗ്രസിന്റെ പിന്തുണ LDF വേണ്ടി ഇവരും അവിശ്വാസം കൊണ്ടുവരുന്നെങ്കിൽ എന്നുള്ളതാണ്. അതായത് 14 എന്ന സംഖ്യയിലേക്ക് എത്തിയാൽ മാത്രമാണ് ഈ അവിശ്വാസം പാസ്സാവുകയുള്ളൂ. അത് ഒരുപക്ഷെ അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും മായ രാഹുൽ ഇപ്പോൾ ചെയർപേഴ്സൺ ആയിരിക്കുന്നു. ഇതിൽ ഇനി വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ 5 പേർക്കെതിരെ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ ഇവർ സമീപിച്ചിട്ടുണ്ട്. ഈ ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചതോടുകൂടി തന്നെ അതിൽ അയോഗ്യതയും മറ്റു കാര്യങ്ങളും വരുമ്പോൾ മാത്രമാണ് ഇനിയൊരു അടുത്തൊരു രാഷ്ട്രീയ ചലന നീക്കം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുക എന്ന് പറയുന്നത്. ഈ അവിശ്വാസം വരുന്ന അവർ അയോഗ്യരാവണം. ഈ മറ്റേ അയോഗ്യത വന്നു കഴിഞ്ഞാൽ അതിലൊരു മറുമാറ്റം അല്ലെങ്കിൽ മാറ്റം നമുക്ക് വീക്ഷിക്കാം. പക്ഷേ അതിനു മുമ്പായി എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമോ എന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നുള്ളത്. കാരണം LDF പൂർണ്ണമായുള്ള ഒരു പിന്തുണ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് സത്യപ്രതിജ്ഞ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ മായ രാഹുൽ സത്യപ്രതിജ്ഞ ചെയ്യും. പക്ഷേ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് UDF കൗൺസിലർമാർ ആരും തന്നെ ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എല്ലാ കൗൺസിലർമാർ 10 പേർ, 10 വോട്ടുകൾ മാത്രമാണ്. 6 വോട്ടിന് വ്യത്യാസമുണ്ട്. 16 വോട്ടുകൾ നേടിയിട്ടാണ് മായ രാഹുൽ ഇപ്പോൾ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. നാടകീയമായ സംഭവവികാസങ്ങൾക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പാണ്. റിയ ചീരാങ്കുഴിക്ക് 10 വോട്ടുകളെ ലഭിച്ചുള്ളൂ. UDF ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ബഹിഷ്കരിച്ച് പോയിരിക്കുകയാണ്. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. പാലായിൽ LDF ഭരണത്തിലേക്ക് വരികയാണ്. വീണ്ടും സത്യപ്രതിജ്ഞാ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. മായ രാഹുൽ സ്വതന്ത്രയാണ്. LDF പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ മായ രാഹുൽ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ സ്മൃതി ഇപ്പോൾ എന്തായാലും മായ രാഹുൽ സത്യപ്രതിജ്ഞ ചൊല്ലുകയാണ് എന്നുള്ളതാണ്. അതായത് സത്യപ്രതിജ്ഞ ചടങ്ങിൽ സത്യപ്രതിജ്ഞ കേൾക്കാം. അഖിൽ, മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു മായ രാഹുൽ. പാലാ നഗരസഭയ്ക്ക് ഒടുവിൽ ചെയർപേഴ്സൺ ആയിരിക്കുന്നു. റിയ പുളിക്കക്കണ്ടത്തിന്റെ രാജിയോടുകൂടിയാണ് ഈ സാഹചര്യം ഉണ്ടായത്. അഖിൽ, ഒറ്റക്കാര്യം കൂടി, ഇപ്പോൾ കോൺഗ്രസ് അംഗങ്ങൾ ബഹിഷ്കരിച്ച് പുറത്തുപോയിരിക്കുന്നു. പാലാ നഗരസഭയിൽ ഇനിയും ബഹളവും ഒരു സംഘർഷത്തിന്റെ സാഹചര്യം തുടരുമെന്നുള്ള സൂചനകളാണോ? ഇപ്പോൾ UDF വലിയ തിരിച്ചടിയായിരിക്കുന്നു ദിയയുടെ രാജിയോടെ. തീർച്ചയായും വലിയ രീതിയിലുള്ള വലിയ തിരിച്ചടി UDF നേരിട്ടു എന്നുള്ളത് തന്നെയാണ്. കാരണം അവരുടെ തന്നെ അംഗങ്ങൾ കൂറുമാറി 4 കോൺഗ്രസിന്റെ കൗൺസിലർമാർ കാലുവാരി കുത്തിയതോടുകൂടി തന്നെയാണ് അത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം വലിയ ക്ഷീണമായിരുന്നു. കാരണം മറ്റ് സ്വതന്ത്രോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഘടകകക്ഷിയായിരുന്നില്ല, കോൺഗ്രസിന്റെ തന്നെ 4 കൗൺസിലർമാരായിരുന്നു ഈ കാലുവാരുന്ന അല്ലെങ്കിൽ മറുകണ്ഠത്തേക്ക് ചാടിയെന്നുള്ളതാണ്. അതോടുകൂടി തന്നെയാണ് അവർക്ക് വലിയ കുറച്ചു കാലത്തിന് ശേഷം പാലാ നഗരസഭയിൽ ഒരു അധികാരം UDF, അതായത് കേരള കോൺഗ്രസ് എം ഇല്ലാതെ ഒരു അധികാരം UDF ലഭിച്ചിരിക്കുന്നു. അതിന്റെ ഒരു സന്തോഷം അവർക്കുണ്ടായിരുന്നു. പക്ഷേ അതിന്റെ ആയുസ് വെറും 6 മാസം മാത്രമേ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. 6 മാസം മാത്രം നീണ്ട നേരത്തെയുള്ള റിയ പുളിക്കക്കണ്ടത്തിന്റെ ഭരണത്തിന് ശേഷം ഇതാ ഇപ്പോൾ മായ രാഹുൽ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു.